ഇന്നത്തെ യാത്ര പൊന്മുടിയിലേക്കാണ്. തിരുവനന്തപുരത്തെ പെരിഞ്ഞമ്മല ഗ്രാമപഞ്ചായത്തിലെ ഒരു കുന്നിൻ പ്രദേശമാണ് പൊന്മുടി അഥവാ സ്വർണ്ണമുടി. 1600 മീറ്റർ, അതായത് 3600 അടി ഉയരമുള്ള ഈ പ്രദേശം അറബിക്കടലിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ട പർവ്വതനിരയുടെ ഭാഗമാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 55 കിലോമീറ്ററോളം ദൂരമുണ്ട് പൊന്മുടിയിലേക്ക്. ഗൂഗിൾ മാപ്പിൽ പൊന്മുടി റോഡ് ക്ലോസ്ഡ് എന്നാണ് കാണിച്ചിരുന്നത്. ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും അവിടം വരെ പോയി നോക്കാം എന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. ഏകദേശം നെടുമങ്ങാട് ആയപ്പോഴേക്കും പൊന്മുടി റോഡ് ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ചിറ്റാർ പാലം പുനർനിർമ്മിക്കുന്നത് കൊണ്ട് പാലം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ ബോർഡിൽ കാണിച്ചിരുന്നത്. ഏതായാലും ആ ബോർഡിൽ ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഡയറക്ഷൻ വഴി മുന്നോട്ട് പോയി. റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ പൊന്മുടിയിലേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത്. ഈ റൂട്ട് ചെന്ന് കയറുന്നത് കല്ലാറാണ്. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയുടെ എൻട്രൻസിലെത്തി. ഇവിടുന്ന് പാസ് എടുത്ത് വേണം അകത്തോട്ട് കയറാൻ. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇവിടുന്ന് പാസ് എടുത്ത ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. 22 ഹെയർ പിന്നുകളുണ്ട് പൊന്മുടിയിലേക്ക്. പൊന്മുടിയിലേക്ക് പോകുന്ന റോഡ് ഹെയർപിൻ ബെൻഡുകൾ കൊണ്ട് പ്രശസ്തമായ ഈ വഴികൾ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് കഴിവിന്റെ ഉദാഹരണമാണ്. കൂടാതെ സമീപ പ്രദേശങ്ങളിൽ കണ്ടെത്തിയ ചില പുരാതന അവശിഷ്ടങ്ങൾ ഈ പ്രദേശം പഴയ കാലങ്ങളിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പൊന്മുടിയുടെ ടോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും തിരക്കായിരുന്നു ഇവിടെ. വേനൽക്കാലമായതുകൊണ്ട് തന്നെ തിരക്ക് അധികം കാണില്ലെന്നാണ് വിചാരിച്ചത്. കുറേ നേരം അവിടെ കിടന്ന് കറങ്ങിയ ശേഷമാണ് വണ്ടിക്കൊരു പാർക്കിംഗ് സ്ലോട്ട് തന്നെ കിട്ടിയത്. വെയിലുണ്ടായിരുന്നെങ്കിലും വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു പൊന്മുടിയിലേത്. പൊന്മുടിയിലെ സാധാരണ ടെമ്പറേച്ചർ 14-നും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ശൈത്യകാലത്ത് എക്സ്പെഷ്യലി രാത്രിയൊക്കെ ടെമ്പറേച്ചർ 10 മുതൽ 19 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കും. പൊന്മുടിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ടെമ്പറേച്ചർ 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. പൊന്മുടി പ്രകൃതി സൗന്ദര്യത്തിന് മാത്രമല്ല, ചില ചരിത്രപരമായ പ്രത്യേകതകൾക്കും പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ പ്രദേശം പഴയകാലത്ത് വന്യജീവികളാൽ സമ്പന്നമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊന്മുടി പ്രദേശം ഒരു ഹിൽ സ്റ്റേഷനായി വികസിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമത്തിനും കാലാവസ്ഥാ മാറ്റത്തിനുമായി ഈ മലനിരകൾ ഉപയോഗിച്ചിരുന്നു. പൊന്മുടിയുടെ സമീപത്തുള്ള അഗസ്ത്യാർകൂടം മലനിരകൾക്ക് സന്യാസിയായ അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ട പൗരാണിക പ്രാധാന്യമുണ്ട്. ഇത് ഈ മേഖലയെ ആത്മീയമായും പ്രത്യേകതയുള്ളതാക്കുന്നു. ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ നല്ല മൂടൽ മഞ്ഞുള്ളൊരു കാലാവസ്ഥയായിരിക്കും പൊന്മുടിയിലേത്. അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നപ്പോഴാണ് പൊന്മുടി എക്കോ ടൂറിസത്തിന്റെ ബോർഡ് കണ്ടത്. ട്രക്കിങ്ങിൻ്റെയൊക്കെ റേറ്റും മറ്റ് ഡീറ്റെയിൽസുമാണ് ആ ബോർഡിൽ. അങ്ങനെ പൊന്മുടിയിൽ നിന്നും തിരിച്ചു പോകും വഴിക്ക് ഒരു സ്പോട്ട് കണ്ടു. മുൻപ് പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ വഴിയുടെ കുറച്ച് ദൂരം മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സിമെന്റ് ഇട്ട റോഡ് കണ്ടുകൊണ്ടാണ് കൂടുതൽ ദൂരം ഞാൻ വണ്ടി ഓടിച്ച് കയറ്റിയത് എന്തായാലും നഷ്ടമായില്ല. നല്ല സീനറി ഉള്ളൊരു സ്പോട്ട് തന്നെയാണ്. സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമയം ചിലവഴിക്കാനും പറ്റുന്നൊരു സ്പോട്ട്.
അങ്ങനെ അവിടെ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ മടങ്ങി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.